നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. UDF പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുത്ത MP ജാക്സൺ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർമാനാകും. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഐക്യകണ്ഠേന MP ജാക്സനെ തിരഞ്ഞെടുത്തത്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പദവിയിൽ ആദ്യ 2.5 വർഷം ചിന്ത ധർമ്മരാജനും തുടർന്ന് സുജ സഞ്ജീവ് കുമാറിനെയുമാണ് യോഗം തിരഞ്ഞെടുത്തത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നിരീക്ഷകരായ KPCC ജനറൽ സെക്രട്ടറി സോണിയ ഗിരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KK ശോഭനൻ എന്നിവർ UDF കൗൺസിലർമാരുമായി ഓരോരുത്തരിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. തുടർന്ന് കോർ കമ്മിറ്റി യോഗം ചേർന്ന ശേഷമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തിരഞ്ഞെടുത്തത്. ഡെപ്യൂട്ടി പാർലമെന്ററി പാർട്ടി ലീഡറായി ചിന്ത ധർമ്മരാജനെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് VC വർഗീസിനെയും ട്രഷററായി ജോസഫ് ചാക്കോയെയും തിരഞ്ഞെടുത്തു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച ജോസഫ് ചാക്കോ, വിനിൽ വിജയൻ എന്നിവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തതിനെ തുടർന്ന് ഇരുവരും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ വരുന്ന 2025-30 ഇരിങ്ങാലക്കുട നഗരസഭ കൗൺസിലിൻ്റെ ചെയർമാനായി കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ MP ജാക്സനാണ്. 5 വർഷക്കാലം അദ്ദേഹം തന്നെ ചെയർമാനായി തുടരും. വൈസ് ചെയർമാൻമാരായിട്ട് ശ്രീമതി ചിന്ത ധർമ്മരാജനും ശ്രീമതി സുജ സജീവ് കുമാറും 2.5 വർഷം വീതം ഉണ്ടാവും. പിന്നെ പാർലമെൻ്ററി പാർട്ടി ലീഡറായി ശ്രീ MP ജാക്സൺ, ഡെപ്യൂട്ടി ലീഡറായി വൈസ് ചെയർമാൻ ചിന്ത ധർമ്മരാജൻ, സെക്രട്ടറിയായി ശ്രീ VC വർഗീസ്, അതുപോലെ ട്രഷററായി ജോസഫ് ചാക്കോ, ഇവരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ തീരുമാനത്തിനെ സ്വാഗതം ചെയ്ത് മുന്നോട്ട് പോകാനാണ് പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 5 വർഷക്കാലം ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനവും വാർഡുകളുടെ പൊതുവെയുള്ള വികസനത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനാണ് പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനം. ഏപ്രിൽ 28 മുതൽ മെയ് വരെ നടക്കുന്ന ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള ആലോചനാ യോഗം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ വെച്ച് നടന്നു. ദേവസ്വം ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് KG അജയ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ഡോക്ടർ മുരളി ഹരിതം സ്വാഗതവും രാഘവൻ മുളങ്ങാടൻ നന്ദിയും പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ എന്നിവർ മുഖ്യ രക്ഷാധികാരികളും 31 അംഗരക്ഷാധികാരികളും ഇരിങ്ങാലക്കുട നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും കാട്ടൂർ, മുരിയാട്, വേളൂക്കര, പൂമംഗലം, പടിയൂർ, കാറളം പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, ഇരിങ്ങാലക്കുട മണ്ഡലം പരിധിയിലെ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ അടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഉത്സവത്തിന്റെ ജനറൽ കൺവീനറായി ദേവസ്വം ചെയർമാൻ CK ഗോപി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ ഉൾപ്പെടെ 251 അംഗ ഉത്സവാഘോഷ കമ്മിറ്റിയും രൂപീകരിച്ചു. സർക്കാരിന്റെയും കോടതികളുടെയും കർശനമായ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട്, ഓഡിറ്റ് വിഭാഗത്തിന്റെയും നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് സുതാര്യമായ രീതിയിൽ മുൻകാലങ്ങളിലൊക്കെ നടത്തി വന്നിരുന്നത് പോലെ ഉത്സവത്തിന്റെയും ഓഡിറ്റുകൾ കൃത്യമായിട്ട് നടത്തണം. അതുപോലെ ഭണ്ഡാരത്തിൽ നിന്ന് വരുന്ന വരവുകളും അതുപോലെ തന്നെ വഴിപാടുകളുമായിട്ട് വരുന്ന സംഖ്യയും ഉപയോഗിച്ച് ആഘോഷപരമായ രീതിയിൽ, ആർഭാടമായ രീതിയിൽ ഉത്സവങ്ങൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ നടത്താൻ പാടില്ല എന്നാണ് ഓഡിറ്റിംഗ് വിഭാഗത്തിന്റെ നിർദ്ദേശം നമുക്ക് ഓഡിറ്റിംഗിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 സ്റ്റേജും അതുപോലെ തന്നെ 3000-ഓളം വരുന്ന കലാകാരന്മാർക്ക് നമ്മുടെ ദേശത്തെയും വിവിധ ജില്ലകളിലും വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുള്ള ആളുകൾ വന്നു പോലും നമ്മുടെ ഉത്സവത്തിന് കലാ സാംസ്കാരിക പരിപാടികൾ, കച്ചിപ്പൊടി, ഭരതനാട്യം, ശാസ്ത്രീയ സംഗീതങ്ങള്, അങ്ങനെ നിരവധി നാടൻ കലാരൂപങ്ങളും മറ്റു കലാരൂപങ്ങളും ഇവിടെ അവതരിപ്പിക്കാറുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സംഖ്യയൊക്കെ നമ്മൾ ഭക്തജനങ്ങളിൽ നിന്ന് തന്നെ ശേഖരിച്ച് ഈ ഉത്സവം വളരെ മനോഹരമായി നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ നടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നമുക്ക് ദേവസ്വം ബോർഡുകളിൽ നിന്നും കോടതികളിൽ നിന്നൊക്കെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഉത്സവങ്ങൾ നടത്തിയത്. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ചരമവാർഷിക ദിനം ആചരിച്ചു.
ദിനാചരണത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി മന്ദിരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. അനുസ്മരണ സമ്മേളനം KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൾ ഹഖ്, K വേണുഗോപാലൻ, സുജ സജീവ് കുമാർ, അഡ്വക്കേറ്റ് VC വർഗീസ്, വിജയൻ എളയേടത്ത്, സനൽ കല്ലൂക്കാരൻ, ജോമോൻ മാണാത്ത്, AC സുരേഷ്, അസറുദ്ദീൻ കളക്കാട്ട് എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ ഒരേ ഒരു നേതാവ് മാത്രമേ ലീഡർ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നതായിട്ടുള്ളൂ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. 1967 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും 9 സീറ്റുകളിൽ മാത്രം വിജയിച്ച് കേരള നിയമസഭയിലെ അകത്ത് കയറിയപ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് പറഞ്ഞത് മല്ലീശ്വരൻ്റെ വില്ലൊടിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇനി ആ വില്ല് ശരിയാവില്ല എന്ന് വിമർശിച്ചവരായിരുന്നു രാജ്യത്തുണ്ടായിരുന്ന രാഷ്ട്രീയത്തെ നോക്കി കണ്ടിരുന്ന എല്ലാവരും തന്നെ. പക്ഷേ 2.5 വർഷത്തിനകം ആ നിയമസഭയ്ക്കകത്ത് തന്നെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന് മുഖ്യമന്ത്രിയാവാൻ ആ സംഘടനാ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിയെ സുസജ്ജമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വിജയം കരസ്ഥമാക്കാനായിട്ട് അന്ന് ലീഡറെടുത്തിട്ടുള്ള ഏറ്റവും വലിയ പരിശ്രമം അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനുശേഷം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ രാജ്യമെമ്പാടും ഇന്ദിരാഗാന്ധി അടക്കം കോൺഗ്രസ് തോറ്റമ്പിയ കാലഘട്ടത്തിൽ കേരളത്തിൽ 111 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വരാൻ അതേ ലീഡർക്ക് തന്നെ സാധിച്ചു. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് കലൂരിൽ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആയാലും, സിയാൽ വിമാനത്താവളം, നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ആയാലും, ഗോശ്രീ പാലങ്ങളായാലും, പരിയാരം മെഡിക്കൽ കോളേജ് ആയാലും, ഇന്ന് രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്ന എല്ലാ അഭിമാന സ്തംഭങ്ങളും ലീഡറുടെ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം സമർപ്പിച്ചു. സാമൂഹ്യ വിരുദ്ധർ ഹാളിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു. ഇരിങ്ങാലക്കുട അയ്യങ്കാവ് ക്ഷേത്രത്തിനു സമീപമുള്ള തെക്കേ മനവലശ്ശേരി NSS കരയോഗം ഹാളിന്റെ ജനൽ ചില്ലുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തത്. ചൊവ്വാഴ്ച രാവിലെ ഓഫീസിലെത്തിയവരാണ് ജനാല ചില്ലുകൾ തകർന്നു കിടക്കുന്നത് കണ്ടത്. പരാതി നൽകിയതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഈ പ്രദേശത്ത് രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഏറി വരുന്നതായി പരിസരവാസികൾ പറഞ്ഞു. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വവിഖ്യാത ഗണിത ജ്യോതിശാസ്ത്രകാരൻ സംഗമ മാധവാചാര്യർക്ക് ഉചിതമായ സ്മാരകം ഇരിങ്ങാലക്കുടയിൽ നിർമ്മിക്കണമെന്ന് സംഗമ ഗ്രാമ മാധവ ഗണിതശാസ്ത്ര പരിഷത്ത് ആവശ്യപ്പെട്ടു. ദേശീയ ഗണിതശാസ്ത്ര ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ ഗണിതശാസ്ത്ര സെമിനാറിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സെമിനാർ മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് പ്രസിഡന്റ് PC സുഭാഷ് അധ്യക്ഷത വഹിച്ച സെമിനാറിൽ USB ഗ്ലോബൽ അവാർഡ് ജേതാവ് TN രാമചന്ദ്രൻ പ്രഭാഷണം നടത്തി. സെക്രട്ടറി G സതീഷ്, AS സതീശൻ, ലിഷ എന്നിവർ പ്രസംഗിച്ചു. ഒരുവിധമൊക്കെ വായിച്ച് പോയിന്റ്സൊക്കെ ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ കൂടുതൽ സെർച്ച് ചെയ്തിട്ടു. ഞാൻ ആ ഇത് വയലൊക്കെ ഇതെല്ലാം സതീഷ് മാസ്റ്ററും സതീഷും എനിക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലായിട്ട് എനിക്ക് പറയുന്നതെന്ന് വെച്ചാൽ സംഗമേശ്വര ക്ഷേത്രത്താൽ പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട പ്രാചീന കേരള ചരിത്രത്തിലെ സംഗമ ഗ്രാമം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ സംഗമ ഗ്രാമത്തിലാണ് നമ്മുടെ സംഗമ ഗ്രാമ മാധവാചാര്യർ എന്ന ഇരിങ്ങാലപ്പള്ളി മാധവാചാര്യർ ജനിച്ചത്. എല്ലാവർക്കും എനിക്ക് കിട്ടി. അതും നമ്മുടെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് 1/2 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് ഇരിങ്ങാലപ്പള്ളി മനയിലാണ് അദ്ദേഹം ജനിച്ചതെന്നും ആ മനയ്ക്ക് തൊട്ടടുത്തൊരു ദേവീക്ഷേത്രമുണ്ടെന്നും ഒരു വിഷ്ണു ക്ഷേത്രം, ആ വിഷ്ണു ക്ഷേത്രത്തിലാണ് അദ്ദേഹം ഉപാസിച്ചതെന്നും ഉള്ള അറിവുകളെല്ലാം എനിക്ക് കിട്ടി. അതൊരു അദ്ദേഹത്തെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മുടെ എന്താ പറയാ ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ പലർക്കും നമ്മുടെ നാട്ടിൽ തന്നെ ആർക്കും അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ ഉദാഹരണം തന്നെ അറിയുള്ളൂ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഈ പുസ്തകങ്ങളും ഇതൊക്കെ വായിച്ചിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും അറിവ് കിട്ടിയത്. അദ്ദേഹത്തിന് ഇപ്പോഴും നമ്മുടെ ഭാരതത്തിലും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളിലും പഠനത്തിനായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സിദ്ധാന്തങ്ങൾ തന്നെയാണ്. അതുപോലെ ട്രിഗണോമെട്രി, കാൽക്കുലസ് തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളും ഉൾപ്പെടുന്ന അദ്ദേഹത്തിന്റെ മഹത്തായ സിദ്ധാന്തങ്ങൾ ഇപ്പോൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ രചനകളിൽ കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അറിയപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഇനി കൂടുതലായിട്ട് എനിക്കൊന്നും
ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.